അനീഷിന് വൻ സ്വീകരണം കൊച്ചി എയർപോർട്ടിൽ. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അനീഷിന് വൻ സ്വീകരണത്തോടെയാണ് പ്രേക്ഷകർ അദ്ദേഹത്തിന് വരവേറ്റി, അദ്ദേഹത്തിന്റെ ആരാധകർ. അദ്ദേഹം എല്ലാവരോടും നന്ദി പറഞ്ഞു. ഒരു പച്ചയായ മനുഷ്യൻ, ഒരു പാവം മനുഷ്യൻ. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു, ഏറ്റവും നന്നായി ഗെയിം കളിച്ചൊരു മത്സരാർത്ഥി. അദ്ദേഹം എല്ലാവരോടും നന്ദി പറഞ്ഞു. പിന്നെ അനാവശ്യ ചോദ്യങ്ങളിൽ നിന്ന് ഈ യൂട്യൂബർമാർ അനാവശ്യമായി ചോദ്യം ചോദിക്കുക. എന്നെ ഈ കുത്തിത്തിരിപ്പ് തന്നെ, അനുമോളെ വിളിക്കാറുണ്ടോ, അനുമോള് സംസാരിച്ചോ, അനുമോളുമായിട്ടുള്ള പ്രണയം ഇതാണോ, ഫേക്കായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. ഈ അനാവശ്യ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നതാണ് ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ ഇവർ നമ്മളെ എവിടെയെങ്കിലും ചാടിക്കാൻ വേണ്ടി ആണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ എന്തിനാണ് അവർക്ക് അതിന് തല വെക്കുന്നത്? അതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്നെല്ലാം മൗനം പാലിച്ചു, ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടാതെ എല്ലാവർക്കും നന്ദി അറിയിച്ച് അനീഷ് പോയത്. എന്തൊരു നല്ല പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അതിന് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അദ്ദേഹം പ്രൊവോക്ക് ചെയ്യും, എന്നാലും മറ്റുള്ളവരെ ആരെയും വേദനിപ്പിക്കുകയില്ല. ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഷാനവാസിനെ കാണാൻ, ഷാനവാസിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞാൽ അവിടെയും പോയിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും അനീഷിന് നല്ല നല്ല ഒരു ജീവിതമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല മനുഷ്യൻ, നല്ല പച്ചയായ മനുഷ്യൻ, ഒരു പാവം മനുഷ്യൻ, ഒരു നിഷ്കളങ്കമായ മനുഷ്യൻ. അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ബിഗ് ബോസിൽ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വേറെ ഇതായിരിക്കും, പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ കുറേ മാറി. അകത്ത് കയറിയ ആളല്ല തിരിച്ചു വന്നപ്പോൾ നല്ല പച്ചയായ മനുഷ്യൻ, പാവം മനുഷ്യൻ. എൻ്റെ കൊച്ചു വീട്ടിൽ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായ ഈ വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.